നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊരു കാര്യം പറയട്ടെ. നാളെ ലൂസ് ടോക്ക് ഉണ്ടാവുകയില്ല. നാളെ വേറെ ആളുകൾ പറ്റത്തില്ലായിരിക്കും. ഇല്ല, സാധ്യത കുറവ് വിശാലം ഉണ്ടാവത്തില്ല. കാരണം ഞാൻ നാളെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നാളെ തിരുവല്ല ഇരവിപേരൂരിൽ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ അവരുടെ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അവരുടെ PRDS വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ച്, എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കുടുംബസംഗമം പോലെയാണ്. ഒരു 25,000 പേര് കുറഞ്ഞത് കാണും. അവരുടെ എല്ലാ കുടുംബാംഗങ്ങളും അവിടെ ഒരുമിച്ച് ചേർന്നിട്ട് ഈ പൊയ്കയിൽ കുമാരഗുരുദേവന്റെ സമാധി അവിടെയാണ്. അപ്പൊ കുമാരഗുരുദേവന്റെ സമാധിക്ക് പരിസര പ്രദേശത്ത് ഇവർക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അവിടെയാണ് ഇവർ ടെൻ്റല്ല, വലിയ ഇത് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയി, നമസ്കാരം എന്നല്ല പറയുന്നത്, പൂജയും ഒക്കെ ആയിട്ട് അവർ ഈ ദിവസങ്ങൾക്ക്, ഇതാണ് അവരുടെ രീതി. അപ്പം ഇന്ന് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. VD സതീശൻ ഇപ്പം ഈ ജാഥയായോട് കാണത്തില്ല, സാധാരണ ഉണ്ടാവാറുണ്ട്. മന്ത്രിമാര്, ഉന്നത ആളുകളൊക്കെയാണ് വരുന്നത്. അതിൽ മഹിളാ സമ്മേളനം എന്ന് പറയുന്ന ഒരു പരിപാടി നാളെ, അതായത് 17-ാം തീയതി 4:30-ക്കാണ്. ഓരോരോ സമ്മേളനം ശിവേരി തീർത്ഥാടനം പോലെ തന്നെയാണ്. ശിവേരി തീർത്ഥാടനത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ശിവേരി തീർത്ഥാടനത്തിന് വരുന്ന ഭക്തജനങ്ങൾ അവർ വന്ന് ഗുരുദേവന്റെ സമാധിയിലും പോയി ഇതിലേക്കിടും കയറി അങ്ങ് പോകും. അവർ ഇവിടെ നടക്കുന്ന സെമിനാറുകളിലൊന്നും പണ്ടൊക്കെ നമ്മൾ പോകുന്നപ്പോൾ അവിടെ ആളിരിക്കുമായിരുന്നു. പിന്നെ ഈ തീർത്ഥാടന ഹാളിൽ, ഈ സെമിനാർ നടക്കുന്ന ഹാളിലുള്ളതിന്റെ 1000 മടങ്ങ് ആളാണ് പുറത്ത് ഷോപ്പിംഗ്, കച്ചവടം നടക്കുന്നത്. അവിടെ നിന്ന് തിരിയാൻ നേരമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും അവിടെ താമസിക്കും. മിനിമം 3 ദിവസം ഈ കുടുംബാംഗങ്ങൾ അവിടെ താമസിക്കാം. നമ്മുടെ അജേഷ് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മനോഹരമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിലേക്ക് നാളെ ആ മഹിളാ സമ്മേളനത്തിൽ ഞാനുമുണ്ട്. അപ്പോൾ ആ മഹിളാ സമ്മേളനത്തിൽ ഒരു പ്രസംഗം പറയേണ്ടതുകൊണ്ട് നാളെ രാവിലെ വേണ്ട, ഉച്ചയ്ക്കോടുകൂടി പോയി പരിപാടി കഴിയുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നാളെ ലൂസ് ടോക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രേക്ഷകർ നേരത്തെ ചോദ്യം ഉണ്ടാവരുത്, അതുകൊണ്ട് അറിയിക്കുന്നത് മാത്രം. പിന്നെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കപ്പവാട്ട് നടക്കുമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞാണ് കപ്പവാട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെക്കൻ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ തിരുവനന്തപുരത്തെ ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അപരിതമായ ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്ന് അറിയപ്പെടുന്ന, അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കപ്പയാണ്. ഇവിടെ മരച്ചീനി എന്നാ പറയുന്നത്. മരച്ചീനി, ഞങ്ങൾക്കത് കപ്പയാണ്. അപ്പോൾ ഈ മരച്ചീനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോഴാണ് അവിടെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പ, പച്ചക്കപ്പം 2 തരത്തിൽ, കൊത്തി വേവിച്ചും അരിഞ്ഞ് വേവിച്ചും ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെണ്ടമുറിയം പുഴുങ്ങാന്ന് പറയും. ഇത് കൂടാതെ ഞങ്ങൾ ഈ കപ്പ ഉണക്കും. ഈ ഉണക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം ഈ ഉണക്ക് കപ്പയും മീൻ കറിയും, അല്ലെങ്കിൽ ഉണക്ക് കപ്പയും മീൻ ചതച്ചതും ഒക്കെ ഞങ്ങളുടെ ഭക്ഷണത്തിൽ, എന്നുവെച്ചാൽ രാവിലെ റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് ഇറങ്ങിപ്പോകും രാവിലെ. അതിരാവിലെ അപ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ നമ്മൾ കടുങ്കാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോതമ്പ് കൊണ്ടത് അടയൊക്കെ കഴിച്ചിട്ട്, ചെറിയൊരു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളങ്ങ് പുറപ്പെടുന്നത്. പിന്നെ ഈ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നത് ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ പറമ്പിപ്പണിയാണെങ്കിൽ രാവിലത്തെ ഒരു സെഷൻ കഴിയുന്ന ഒരു പണിയുണ്ട്. അപ്പം ഈ കൃഷിക്ക് പണിയുന്ന ആളുകൾ മുഴുവൻ ചെയ്ത് ഇവരൊരു 10 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നു. ഈ 10 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കപ്പ, ഉണക്ക് കപ്പയും അല്ലെ മീൻ കറിയും, പണ്ട് മീൻ ചുടും. ഇപ്പം പിന്നെ അത് മീൻ വറപ്പ, ചുടലൊന്നുമില്ല. മീൻ അടുപ്പയില്ലല്ലോ, അങ്ങനെ മീൻ ചുട്ട് അതിൻ്റെ അകത്ത് തേങ്ങ ചിരണ്ടി, കാന്താരി വെച്ച്, ഉള്ളി വെച്ച്, അത് ചതച്ച് അതാണ് ഇതിൻ്റെ കൂടുതൽ കഴിക്കുന്നത്. അല്ലെ മീൻ കറി വെക്കും, അല്ലെ ഇറച്ചി, ഇത്തരത്തിലുള്ള ഒരു. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ ചെറുപ്പത്തിലെ ഭക്ഷണ രീതിയിൽ നിന്ന് എനിക്കത് വിട്ടുപോകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്നാ വെച്ചാൽ, ഞാനൊരു 150-200 കപ്പ, 150-ലധികം കപ്പ ഞാൻ ആദ്യം 200 കപ്പയോളം ഞാൻ തിരുവനന്തപുരത്ത് നടും. 200 കപ്പയിൽ ഒരു 10-50 കപ്പ നമ്മൾ പച്ചക്കപ്പയായിട്ട് തന്നെ ഉപയോഗിക്കും ഒരു 3-4 മാസം. പിന്നെ പലർക്കും കൊടുക്കും നമ്മൾ. ഇത് കഴിഞ്ഞൊരു 100ഓളം മൂട് കപ്പ മാറ്റി വെച്ചിട്ട്, നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാട്ടിൻപുറത്തെ സുഹൃത്തുക്കളുണ്ട്. മുണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അവനവിടെ KSEBിയുടെ കോൺട്രാക്ടറാണ്. അപ്പം അവൻ്റെ നേതൃത്വത്തിൽ ഒരു 5-8 പേരിങ്ങ് വരും, ഇങ്ങോട്ട് എത്തും. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഇത്തവണ സംഭവിച്ചതെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് രാത്രിയിലെത്തുന്നു. അപ്പം രാത്രി തന്നെ ഞങ്ങൾ കപ്പ വെട്ടി ശരിയാക്കിയിടും. ഈ കപ്പയെല്ലാം തടയെല്ലാം വെട്ടി വെള്ളം ഒഴിച്ചിടും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5:30 ആകുമ്പോൾ എണീറ്റ് കപ്പ മുഴുവൻ പറിക്കും. പറിച്ചു കഴിയുമ്പോൾ ഒടിഞ്ഞു പോകുന്ന എല്ലാം മാന്തി എടുത്ത് വെച്ച് കൂട്ടിയിട്ട്
അത് അപ്പം മുതൽ എല്ലാവരോടും കൂടി ഇരുന്നുകൊണ്ട് പൊളിക്കും ആദ്യം. അതിനുശേഷം ഞങ്ങളത് കൊത്തും. അപ്പം ഈ കൊത്തിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രമേ എടുത്തുള്ളൂ ഇത്തവണ, വേറെ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഈ കൊത്തിച്ച കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 7 മണിയാവും. ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് കപ്പ മുഴുവൻ കൊത്തി കഴിയത്തുള്ളൂ. രാവിലെ 5 മണിക്ക് തുടങ്ങുന്നതാണ്. അതിനുശേഷം ഈ കപ്പ ചെമ്പിലേക്ക് ഇട്ടിട്ട് നിറച്ച് വാട്ടിയെടുക്കുകയാണ്. ഇത്രയും വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്ന പോലെ ആ വെള്ളം ചെമ്പിലേക്ക് ഇടുന്നു, ചെമ്പ് നിറച്ച് കപ്പ ഇടുന്നു. എന്നിട്ട് അതിനൊരു പാതി വേവുണ്ട്, വെന്ത് പോകാൻ പാടില്ല, എന്നാൽ മൊത്തം ആകുകയും ചെയ്യണം. എന്നിട്ടിത് നിരത്തിയിടുവാണ്. ഏറ്റവും വലിയ സഹായം വേണ്ടത് പ്രകൃതിയാണ്. 3 ദിവസം മഴ പെയ്യാൻ പാടില്ല, വെയിൽ വേണം, നന്നായിട്ട് വേണം, അതായിട്ട് വേണം. അപ്പം അങ്ങനെ പാതിരാത്രി ആകുമ്പോഴത്തേക്കും ഈ കപ്പ മുഴുവൻ ഞങ്ങൾ വാട്ടിയിടും. ഈ 3 ദിവസം നന്നായി വെയിൽ കൊണ്ടിട്ട് ഇത് ചാക്കിൻ്റെ അകത്ത് കെട്ടി എടുത്ത് വെക്കും. ഈ കപ്പ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, പൂനെയിലുള്ള ചേട്ടന് കൊടുക്കും, അമേരിക്കയിൽ നിന്ന് വരുന്ന പെങ്ങൾ വരുവാണെങ്കിൽ പെങ്ങൾ കൊണ്ടുപോകും, വക്കീൽ ചേട്ടൻ അവിടെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ അതിൻ്റെ ഇത്തിരി കൊണ്ടുപോകും. നാട്ടിലുമുണ്ട്, പക്ഷെ അവനത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അനിയന് അവനെ സംബന്ധിച്ചുള്ള അവൻ ബൾക്കായിട്ട് ഇത് മുഴുവൻ കൊടുക്കുകയാണ്, വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് വിൽക്കുന്നില്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ വരും, നമ്മുടെ ദുർഗ ചോദിച്ചിട്ട് ഇതൊരു കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഒരു ഒരു നാട്ടുശീലമാണ്. ഈ ശീലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഉചിതം. അത് ആ പണിയും കഴിഞ്ഞു. ഇതെല്ലാം ഈ സമയം ഇപ്പം കുംഭം പറന്നു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കുംഭമാസത്തിൽ വേണം നമ്മൾ ചേന നട്ട് കഴിയാൻ. അപ്പോൾ ചേനയെല്ലാം മുളപ്പിച്ച് വെച്ചിരിക്കുക, നട്ടാൽ മതി. ഇനിയിപ്പോൾ പോയി ഈ കപ്പ കഴിഞ്ഞ കാല ഒരുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ കാലം മുഴുവൻ നമ്മൾ ക്ലിയറാക്കി ഇലയിട്ട് കത്തിച്ച് ശരിയാക്കി ചാവറെല്ലാം വെച്ചതിന് ശേഷം ചാണകപ്പൊടി ചുമന്ന് അടുപ്പിക്കും, കരിയില അടുപ്പിക്കും. കാരണം ഈ ചേന നടുമ്പോൾ കരിയില വേണം. ഈ ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയെടുത്തിട്ട് അതിലേക്ക് മണ്ണിലേക്ക് നമ്മൾ ചേന വെക്കുന്നു. ചേന വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ചാണകപ്പൊടി ഇടുന്നു. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കരിയില മാക്സിമം ഇടും. ഇപ്പോൾ കപ്പയുടെ തൊലി കുറച്ചിടും, കരിയില ഇട്ട്, എന്നിട്ടിത് മൂടി വെക്കുക. ഈ സമയത്ത് ഒരു മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതെല്ലാം ഒരു പ്രകൃതിയായിട്ട് കണക്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ താല്പര്യമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എനിക്ക് സമയം തികയുന്നില്ല. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോകണം, കോടതി പോകണം, ഇതിൻ്റെ ഇടയിൽ വേണം ഓടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനത്തെ ഈ PRDS-ന്റെ പോലുള്ള വലിയ പരിപാടികൾ കിട്ടിയാൽ ഞാൻ അത് ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താ പറയണത്, അമേരിക്കയ്ക്ക് പോകുന്നു, ഇനി UK പോകണം. ഇതെല്ലാം കാരണം സത്യം പറഞ്ഞാൽ നിന്ന് തരിക നേരെ സാഹചര്യം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതോളൂ. നമുക്ക് 3-4 വിഷയങ്ങളിലേക്ക് കിടക്കേണ്ടതാണ്. ഇന്നത്തെ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടതാ സംസാരിക്കേണ്ട നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് വിഷയമുണ്ട്. സുപ്രീം കോടതി ശബരിമല വിഷയത്തിൽ. അല്ലെങ്കിൽ അതിനു മുമ്പ് നേരത്തെ കോമഡി ഉണങ്ങെന്ന് പറയാം. അതിൽ നമ്മൾ ശരിക്കും നമ്മൾ ചില സിനിമകൾ കുറച്ചു മുമ്പ് ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ഇന്നസെന്റും മകനായിട്ട് ദിലീപും വന്നിട്ട് ഇങ്ങനെ ആളൊക്കെ സമ്മാനം കൊടുത്തിട്ട് അവർ ഇപ്പുറത്ത് വന്ന് ഇവർ മഹാനാണ് മഹത്തുക്കളാണെന്ന് പറയുന്നത് പോലെ MP ഗോവിന്ദൻ മാസ്റ്റർ യാത്ര ഇന്നലെ ബാലുശ്ശേരിയിൽ, കോഴിക്കോട് ബാലുശ്ശേരിയിൽ എത്തിയപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ വന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പൈസ കൊടുത്തിട്ട് പറയുന്നു, ഇത് എനിക്ക് പെൻഷൻ കിട്ടിയതാണ്, അതുകൊണ്ട് ഇത് നിങ്ങളും കൂടെ സഹായിച്ചാണ്, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് നിങ്ങൾ തന്നെ ഇരുന്നോട്ടെ എന്ന് തിരിച്ചു കൊടുക്കും. അടുത്തോളം പറയുന്ന മറ്റൊരു വീഡിയോ വരുന്നു, അദ്ദേഹം പറയുന്നു ഇത് അവരെന്നെ കൊണ്ട് പറയിച്ചതാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല, ഞാൻ അതെങ്ങനെ പാർട്ടിയിൽ നിന്ന് പേടിപ്പിച്ചായിരിക്കും. അതെ, ഇതിൻ്റെ അകത്ത് ഇത് വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, CPM-ന്റെ ഒരു PR സ്റ്റണ്ടായിരുന്നു ഇത്. ഈ PR സ്റ്റണ്ട് അറിയാതെ പൊളിഞ്ഞു പോയി. മുഖ്യമന്ത്രി കപ്പ് പിടിച്ചതും അതെ, അതേപോലെ തന്നെ ഒരു PR അതേ രീതിയിലുള്ള ഒരു ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-ന് ഇക്കുറി സംഭവിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജോൺ ബ്രിട്ടാസ് പിന്മാറി എന്നുള്ളതാണ്. അത് ബ്രിട്ടാസ് ആയിരുന്നു വാസ്തവത്തിൽ പിണറായി 1 and 2-ന്റെ ശില്പി. ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ അതിസമർത്ഥനായ ഒരാളാണ്. നമുക്ക് നല്ലതായിട്ടറിയാം, ഒരു പുഞ്ചിരിയോടുകൂടി സകല ബന്ധങ്ങളുണ്ട്, കൃത്യമായി. അപ്പം ബ്രിട്ടാസ് ആസൂത്രണം ചെയ്തതായിരുന്നു ഈ 1ഉം 2ഉം. പക്ഷെ അപ്പം ബ്രിട്ടാസിനെ സംബന്ധിച്ച് അതിന് പ്രതിഫലം കിട്ടി. നേരത്തെ പറഞ്ഞതനുസരിച്ച് ബ്രിട്ടാസിൻ്റെ രാജ്യസഭാംഗമായി, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി, അതേസമയം കൈരളിയുടെ MD സ്ഥാനം നിലനിൽക്കുന്നുണ്ട്, രാജ്യസഭ തിളങ്ങാനും കഴിയുന്നുണ്ട് രാജ്യസഭ. അപ്പം ബ്രിട്ടാസിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കരിയർ ബിൽഡ് ചെയ്തിട്ടു. അതിപ്പം ബ്രിട്ടാസ് കേവലം പിണറായി വിജയൻ്റെ ഒരു ആനുകൂല്യത്തിന് അപ്പുറത്തേക്ക് CPM-ൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോണിയാഗാന്ധി വരെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അല്ല, CPM-ൽ തന്നെ പിണറായിയുടെ ഒരു കാലം പോയാൽ പോലും ബ്രിട്ടാസിനും സംഭവിക്കത്തില്ല. കാരണം ബ്രിട്ടാസ് അത്രമാത്രം അങ്ങനത്തെ ഒരു മുഖം പാർലമെന്റ് നാഷണൽ ലെവലിൽ കാണിക്കാൻ പറ്റുന്ന ആളായി മാറി. അപ്പോൾ CPM-ന് ഭാവിയിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നതമായ പദവികളിലേക്ക് എത്തുന്ന ഒരു ഉന്നതനായ ഒരു നേതാവായി ബ്രിട്ടാസ് മാറി. CPM-ന്റെ ഒരു പുതിയ മുഖമായി ബ്രിട്ടാസ് മാറിക്കഴിഞ്ഞു. ബ്രിട്ടാസ് എന്ത് ചെയ്തു, അതുകൊണ്ട് ഇക്കുറി പതിയെ ഈ ഉത്തരവാദിത്തത്തിന് ഒഴിയണമെന്ന് പറഞ്ഞു.
പാർട്ടി സന്തോഷത്തോടുകൂടി പിണറായി വിജയൻ ഇപ്പോൾ എന്തായാലും പിണറായിക്ക് പിന്നെ മാത്രമല്ല പിണറായിക്ക് ആത്മവിശ്വാസം കൂടി 2 തവണ വന്നതോടുകൂടി ഞാനില്ലാതെ കേരളം ഞാൻ തന്നെ എന്നുള്ള ചിന്ത വന്നു. ഞാനില്ലാതെ മലയാളികൾക്ക് ജീവിക്കാൻ പറ്റുന്ന തോന്നലുണ്ടായി. അവിടെയാണ് മറ്റേ പയ്യൻ നമ്മുടെ ഇവൻ നികേഷ് ഇടിച്ചു കയറി വന്നത്. അപ്പം നികേഷ് വലിയ ലാഭക്കച്ചവടമാണ്. കാരണം അയാള് നഷ്ടത്തിൽ കിടന്ന് ഊർജ്ജശ്വാസം വലിച്ച് തന്നെ പൂട്ടിപ്പോണ്ട ഒരു ചാനൽ നമ്മുടെ നല്ല വിലക്ക് കിട്ടി ട്രീ കട്ടർ മുതലാളിമാർക്കും കൊടുത്തു. അതിൻ്റെ എല്ലാ ബാധ്യതയും തീർത്തിട്ട് കുറഞ്ഞത് 50 കോടി രൂപ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് പുള്ളിക്കിന് വേണ്ടത് രാഷ്ട്രീയമായൊരു ഒരു സ്വപ്നം ഉണ്ടാക്കുക. അങ്ങനെ അദ്ദേഹം CPM-ന്റെ PR പദ്ധതി ഏറ്റെടുത്തു. എല്ലാം പൊളിയുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കിണറ്റിലിറങ്ങി കഥ നമുക്ക് ഓർമ്മയില്ലേ, എല്ലാം പൊളിയാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പരിപാടിയും പൊളിയാണ്. ഇവൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നാടകം പോലും പൊളിഞ്ഞു പോയി. അതിനിടയിൽ കാര്യം പറയട്ടെ, ഇന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ട് രാഹുലിനെ അതല്ല സംഭവം അതാകല്ല. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പേരുക്കട ജനറാശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മളാകെപ്പെട്ട് ഇതെന്ന് സംഭവിച്ചു, വീണ്ടും കേസായെന്ന് ഓർത്തു. അന്വേഷിച്ചപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടിയല്ലോ, അതിൽ 3 ദിവസം പകൽ കസ്റ്റഡി ഉണ്ട്. ആ കസ്റ്റഡിയുടെ ഭാഗമായിട്ട് മരണമല്ലോ. പക്ഷെ ഞാൻ ആദ്യം ഓർത്തു, ഇവിടെ വീണ്ടും ഇയാളെ അറസ്റ്റ് ചെയ്തോ, ഞാൻ പലരെയും തിരിച്ചും മറിച്ചും വിളിക്കുന്ന ആരെയും കിട്ടുന്നില്ല. ഇതുവേ അപ്പോൾ എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നികേഷ് ഏറ്റെടുത്ത് കംപ്ലീറ്റ് പറഞ്ഞു. ഇവിടെ ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആള് ആത്മാർത്ഥമായിട്ടാണ് ആരോട് പറഞ്ഞത്, ഇത് വേണ്ടായിരുന്നു, എന്നോട് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തു, അപ്പം കാശ് തിരിച്ചു തന്നു. പിന്നെ അത് വേണ്ടായിരുന്നു, അതെന്താ വേണ്ടായിരുന്നു പറഞ്ഞ് ഭയങ്കര നാണക്കേടായിപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കാൻ. ഇതാണ് സത്യം സംഭവം. മനുഷ്യൻ CPM-ന്റെ എല്ലാ കളികളും പാളിപ്പോകുന്നു. അല്ല, എന്തായാലും നികേഷിന് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം, തൻ്റെ പിതാവിനോട് CPM കാണിച്ച എല്ലാ ക്രൂരതയ്ക്കും പകരം കേട്ടുള്ളൊരു അവസരമായത്. എന്തോന്ന് പകരം വീട്ടില്ല, അങ്ങനൊന്നുമില്ലല്ലോ. ഞാനത് കരുതുന്നില്ല. കാരണം ആത്മാഭിമാനം ലെവലേശമില്ലാത്തത് കൊണ്ടാണ് പിതാവിനെ പട്ടിയെപ്പോലിട്ട് തല്ലിയ നിയമസഭയ്ക്കകത്തിട്ട് തല്ലി ആ പാർട്ടിയിലേക്ക് തല്ലി. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അത്രയും ക്രൂരമായി MVR-നെ പോലത്തെ അത്രയും വലിയൊരു സമന്നതനായ നേതാവിനെ അതുപോലെ വീട് തീ വെച്ചില്ലേ, അതുപോലെ മറ്റേ പാപ്പിനിശ്ശേരിയില്ല അവിടെ ചികിത്സാ കേന്ദ്രം പാർക്കെല്ലാം തീ വെച്ച് നശിപ്പിച്ചല്ലേ. അതാണ് അവരുടെ ഒരു പാളിപ്പോയ ഒരു സംഭവം. ഇനിയിപ്പോൾ ജോയ് മാത്യു അതിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവരെ അവനെ ഒട്ടും ശരിയായിട്ടില്ല, ഫേസ്ബുക്കിൽ അത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്കാണ് കണ്ടത്. അത് അവനെ പോരാ, ഇവരൊക്കെ സ്കൂൾ ട്രാവലിൽ പഠിച്ച ബുദ്ധികളൊക്കെ പാർട്ടിലുണ്ട്, അവരൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടെ ഒരു ഭാവാഭിനയൊക്കെ വരുത്തലേ ശരിയാവുള്ളൂ. അല്ല, ഇത്തരം ഒരുപാട് പബ്ലിക് സെന്ററിൽ ഇപ്പം നമ്മുടെ ശൈലജ ടീച്ചർ കൊണ്ടുപോയി മറ്റേ കണ്ടില്ലായിരുന്നോ, ശൈലജ ടീച്ചർ പോയിട്ട് തൊഴിലുറപ്പ് പദ്ധതി CPM നടപ്പിലാക്കിയതാണ് രീതിയിൽ നടക്കുന്ന തൊഴിലാളിയാണോന്നൊക്കെ ചോദിക്കുന്നു. ഇത്തരം ഒരുപാട് നമ്പറുകളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാവും. ഞാൻ ഇതിൽ പറയുമ്പോൾ നമ്മളിത് പറയുമ്പോൾ P. രാജീവിൻ്റെ പ്രസംഗം കേട്ട് നോക്കണം. P. രാജീവൻ പ്രസംഗം കേട്ടാൽ നമുക്ക് സത്യം പറയുന്നത്. അതെ, ഇത്തരക്കാരെപ്പോഴും അങ്ങനെയായിരിക്കും. നമുക്ക് അവരെ ഓതന്റിക്കായിട്ട് പറയും, അത്ര ഓതന്റിക്കേറ്റ്. അതുകൊണ്ട് ഇത്തരം പണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രസംഗം എനിക്ക് തോന്നാറുണ്ട്, ശരി ഇവർ പറഞ്ഞ സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മദനിയുടെ പ്രസംഗം കേട്ട ആർക്ക് ആവേശം അദ്ദേഹം പറഞ്ഞാലും ശരിയെന്ന് നമുക്ക് തോന്നുന്നു. അത് അസാമാന്യ കഴിവ്. ആ കഴിവ് ഇങ്ങേർക്കുണ്ട്. ഈ കഴിവ് വളരെ കൃത്യമായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ആദ്യത്തെ മൊയ്തീൻ്റെ നീക്കം പാളിപ്പോയതാണ് ആദ്യത്തെ സംഭവം. പാവം മൊയ്തീൻ. ഇത്തരം മൊയ്തീന്മാരെ ഇനിയും CPM-കാർ ഇറക്കും. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം കേരളീയ സമൂഹത്തിനുണ്ട് എന്ന് മനസ്സിലായി. എല്ലാവരും ഇപ്പം മറ്റേ സിനിമയിൽ പപ്പുവിന്റെ കഥാപാത്രത്തെ മൊയ്തീനെ മറ്റേ സ്പാൻഡറിങ് എടുത്തുണ്ടോ എന്നുള്ളത് പറഞ്ഞാണ് ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. രണ്ടാമത് നമ്മൾ ശബരിമലയിൽ അയ്യപ്പനെ വെച്ചുള്ള കളി വീണ്ടും പാളി. ഭഗവാനെ പാളി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അതാണ്. അതായത് നമുക്ക് ഈ ശബരിമലയുമായി ഇന്നത്തെ സംഭവിച്ചിരിക്കുന്ന സുപ്രീം കോടതി ഇത് പരിഗണിക്കണം, പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നു. ഈ മാസം മാർച്ച് 14-നകം ഇവരെല്ലാവരും ഇവരെ സത്യവാങ്മൂലം അവിടെ കൊടുക്കണം. പിന്നീട് അങ്ങോട്ട് കേസിൻ്റെ നടത്തിപ്പുണ്ട്. ഏപ്രിൽ അവസാനത്തോടു കൂടി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി തീരുമാനം എടുക്കും. അതായത് ഇതിൻ്റെ പശ്ചാത്തലം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി ആയിരുന്നു, 24-ാം തീയതി 28-ാം തീയതി ആയിരുന്നു ശബരിമലയിലെ കോടതി 5-അംഗ ബെഞ്ചായിരുന്നു. അല്ല, അന്ന് വന്ന 5-അംഗ ബെഞ്ചിന്റെ വിധി വരുന്നു. 5-അംഗ ബെഞ്ചായിരുന്നു അതോ 3-അംഗ ബെഞ്ചാണോ? ഒരു വിയോജനക്കുറപ്പുണ്ടായിരുന്നു അന്നത്തെ ജഡ്ജിന്റെ. അങ്ങനെയാണ് 5 അപ്പൊ എന്തായാലും ശബരിമലയിലെ ഒരു വിധി വരുന്നു. ആ വിധിയിൽ പറഞ്ഞിരുന്നത് യുവതികൾക്ക് പ്രവേശിക്കാം. ശബരിമല ഭരണഘടനാപരമായ ഒരു അവകാശമാണ് യുവതികൾക്ക് കയറുക, ഇക്വാലിറ്റിയുടെ പേരിൽ. ഈ വിധി വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നു, വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെടുന്നു, രാജ്യവ്യാപകമായി ചർച്ചയാവുന്നു. ഒടുവിൽ സുപ്രീം കോടതി ആ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി പല സിറ്റിംഗ്സ് നടത്തി 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ നിയോഗിക്കുന്നു.
ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന 67 കേസുകളാണ്. പ്രത്യേക ഹർജികളുണ്ട് ഈ കേസിൽ. ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പല ഈ മതപരമായ ചടങ്ങുകൾ, അത് ശബരിമലയിലെ കേസുകൾ കൂടാതെ മുസ്ലിം മതത്തിന്റെ ഒന്നുണ്ട്, മുസ്ലിം മതത്തിന്റെ എന്ന് പറഞ്ഞാൽ പാഴ്സികളുടെ ഒന്ന്, അതായത് ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ബോറോകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, വളരെ ലിബറൽ ആയിട്ടുള്ള ആളുകൾ. പക്ഷെ അവർക്ക് അവിടുത്തെ പെൺകുട്ടികൾക്ക് ചേലാകർമ്മമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ചേലാകർമ്മം അവരുടെ ഒരു നിയമവിരുദ്ധമാണെന്നുള്ള പരാതിയുണ്ട്. പക്ഷെ അത് മതത്തിന്റെ ഭാഗം. പിന്നെ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെക്കുറിച്ച് ചില കേസുകളുണ്ട്. കാരണം ചില ഇടങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി പ്രവേശിക്കാനുള്ള അനുമതിയില്ല. ഇപ്പം ഈ സമസ്തയൊക്കെ പലപ്പോഴും ഈ സ്ത്രീകളെ വേർതിരിച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ പാഴ്സി വനിതകൾ അന്യമതത്തിൽപ്പെട്ട ഒരാൾ വിവാഹം കഴിച്ചാൽ അവർക്ക് പ്രവേശനം പറ്റത്തില്ല. ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ് എൻഡോഗമി എന്ന് പറയുന്ന ജ്ഞാനായ സഭയിൽ. അതായത് ജ്ഞാനായ സഭാംഗമായ ഒരാൾ, ഇപ്പം ഞാനൊരു ജ്ഞാനായ സഭാംഗം, ജ്ഞാനായ യാക്കോബ ആയിക്കോട്ടെ, കത്തോലിക്കനായിക്കോട്ടെ, 2 വിഭാഗമുണ്ടല്ലേ. ജ്ഞാനായ കോട്ടയത്ത് ചിങ്ങവനത്താണ് ഈ ജ്ഞാനായ യാക്കോബയുടെ ഇത്. അത് അവരുടെ മെയിൻ, അതാണ് ആസ്ഥാനം. അതാണ് റാന്നി, നമ്മുടെ രാജീവപ്രഭ ജ്ഞാനായ യാക്കോബയ, റാന്നി സെന്റ് തോമസ് കോളേജ് ജ്ഞാനായ യാക്കോബക്കാരൻ. ചിങ്ങവനമാണ് ഇവരുടെ ആസ്ഥാനം. മറ്റേത് കോട്ടയം BCM കോളേജൊക്കെയാണ് ഈ ജ്ഞാനായ കത്തോലിക്കന്റെ ആസ്ഥാനം. കോട്ടയമാണ് അവരുടെ, അത് കോട്ടയം രൂപത എന്ന് പറയുന്നത് ജ്ഞാനായ കത്തോലിക്ക, അവരാണ് ഇപ്പോഴത്തെ മെത്രാൻ. അപ്പം ഈ ജ്ഞാനായക്കാരുടെ ഇടയിൽ ഒരു ആചാരം പറയുന്നത്, അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ സമുദായത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കാവും. അതിന് പുറത്തൊരാളെ കല്യാണം കഴിച്ചാൽ അവർ സമുദായത്തിന് പുറത്താവും. ഇപ്പോൾ ഒരു പെണ്ണ്, ഒരു ജ്ഞാനായക്കാരി, ഓർക്കണം സീറോ മലബാർ സഭയുടെ ഭാഗമാണ് ജ്ഞാനായ സഭ. അപ്പം ഞങ്ങളൊക്കെ സീറോ മലബാർ സഭയിൽ, അതായത് കത്തോലിക്ക സഭയിലെ ഭാഗം തന്നെയാണ്. കത്തോലിക്ക സഭയ്ക്ക് 3 വിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. റോമൻ കാത്തലിക് എന്ന് പറയുന്ന ലത്തീൻ കത്തോലിക്കര്, അതാണ് മെയിൻ കാത്തോലിക്. എന്ന് വെച്ചാൽ റോമിലെ കത്തോലിക്കരാണ് ലത്തീൻ കത്തോലിക്കർ. ആ ലത്തീൻ കത്തോലിക്കരാണ് തിരുവനന്തപുരം മെത്രാനൊക്കെ ഇവിടെ ഉള്ളത്, നമ്മുടെ കൊച്ചി രൂപത, തിരുവനന്തപുരം ഒക്കെ. എല്ലാ മസല്ല അല്ല, ഇവിടുത്തെ പാളയത്ത്, അതായത് വെള്ളയമ്പലം, തിരുവനന്തപുരം ഡയസിസ്, മത്സ്യത്തൊഴിലാളികളൊക്കെ ഉള്ള ആളുകൾ. ഇതാണ് ലത്തീൻ കത്തോലിക്കര്. രണ്ടാമത്തേത് സീറോ മലബാർ സഭ, അതാണ് ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പം റാഫേൽ തട്ടിലുള്ളത്, സീറോ മലബാർ സഭ. മൂന്നാമത്തെ സീറോ മലങ്കര സഭ, അതാണ് ക്ലീമിസ് പിതാവിന്റെ. ഈ 3 ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയാണ്. ഇതിൽ ഈ സീറോ മലബാർ സഭയിലെ അകത്തുള്ള ഒരു രൂപതയാണ് കോട്ടയം രൂപത ജ്ഞാനായക്കാരൻ. അപ്പൊ അവർക്ക് അവരുടേത് ആചാരമുണ്ട്. പക്ഷെ അവർക്ക് ഈ സീറോ മലബാർ സഭയിലെ കോട്ടയം രൂപതയിലുള്ളവർക്ക് കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനായ എൻ്റെ കുടുംബത്തിൽ ആരും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അയോഗ്യനായി കല്യാണം കഴിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താവും. പള്ളിയിൽ പോകാനൊന്നും തടസ്സമൊന്നുമില്ല, നമുക്ക് പള്ളിയിൽ ആർക്കും പോകാം. പക്ഷേ സഭയിലില്ല. ജ്ഞാനായ കൂട്ടായ്മയിൽ അവരില്ല, അവർ ജ്ഞാനായക്കാരല്ല. അത് പെണ്ണ് കെട്ടിയാലും പോകും, ആണ് കിട്ടിയാലും. ഇപ്പോൾ ഒരു പുരുഷനാണ് ഒരു ജ്ഞാനായക്കാരനോട് പെണ്ണിനെ കെട്ടുന്നത് വെച്ചോളൂ, സഭയിൽ നിന്ന് പുറത്തായി. ആ കുട്ടിയെ കൊണ്ടൊന്നും ചേർക്കാനൊന്നും പറ്റില്ല സഭയിൽ. അതും ഇല്ല. അവർ പിന്നെ അവിടെ നിന്ന് ജ്ഞാനായക്കാർ ചർച്ചിൽ നിന്ന് പോയി. എൻഡോഗമി എന്ന് പറയുന്നത്, എൻഡോഗമി ശുദ്ധരക്തവാദം. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് ശബരിമല യുവതീ പ്രവേശന വിഷയം പോലാണ്. ജ്ഞാനായക്കാരുടെ ഒരു ജനറൽ ഫീൽ എന്ന് പറയുന്നത്, ഇതിൽ മാറ്റം വരണ്ട, ഇത് തുടരണം എന്നാണ്. ഇതിനെ പോട്ടെ, കാലം മാറിയതൊന്നും മാറണ്ട എന്നാണ് അവരുടെ ഒരു പൊതുവികാരം. അതാണ്. അതിനെ തൊട്ടുകളിക്കുന്ന ആർക്കും ഇഷ്ടം, വളരെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇവർ കത്തോലിക്ക മറ്റേ ആർസിയെക്കാളും എണ്ണം കുറവാണ്. ഞാൻ പറഞ്ഞ രാജ്മോഹൻ, ഈ സീറോ മലബാർ സഭയ്ക്കകത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ഉപഭാഗമാണ്. അവർക്ക് ഒരു രൂപതയേ ഉള്ളൂ, വളരെ കുറച്ചാണ്. അവരെ കുറഞ്ഞു വരികയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹം കഴിക്കുന്ന ആളുകൾ പുറത്തു പോകും. പക്ഷെ ഇവർ പരമാവധി ഇവരുടെ ശുദ്ധരക്തം നിലനിർത്താൻ ശ്രമിക്കണം. അതേസമയം ഇപ്പം ഇവരെല്ലാം തന്നെ സമ്പന്നരാണ്, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സമ്പന്നരാണ്, പ്രവാസികളാണ്. ഇപ്പം അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഏറ്റവും, ഇപ്പം ബ്രിട്ടനിൽ UKKC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്. അത്രയും ആളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പരിപാടി UK-ലില്ല. ഇപ്പം ബ്രിട്ടീഷ് മലയാള അവാർഡ് നൈറ്റിനേക്കാൾ കൂടുതൽ ആൾ വരുന്നത് UKKCയുടെ പരിപാടി. UK ജ്ഞാനായ കാത്തലിക് അസോസിയേഷനാണ് UKKC എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ലാലു അലക്സ് ജ്ഞാനായക്കാരൻ, ലാലു അലക്സ് ജ്ഞാനക്കാരൻ. ഒരു കുര്യൻ ജോസഫാണോ? അല്ല, കുര്യൻ ജോസഫ് അല്ല, സിറിയക് തോമസ് ആണെന്ന് തോന്നുന്നു, ഒരു ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആരും ഒരാൾ ജ്ഞാനായക്കാരനാണ്. പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്, ഭയങ്കര പവർഫുൾ കമ്മ്യൂണിറ്റി. അവരും കേസ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ. അവരുടെ ഒരുപാട് കേസുകളുണ്ട്. അതിൽ ചില ആളുകൾ കേസ് കൊടുക്കുമല്ലോ, അതായത് സമുദായത്തിൽ പുറത്താൻ പറഞ്ഞു. അപ്പം അതിൽ ചില സബ് കോടതികൾ ഈ പരാതിക്കാർക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം സബ് കോടതി അടുത്ത കാലത്തും ഇത് വിവേചനമാണ്, ഭരണഘടനാ വിരുദ്ധ. അപ്പോൾ ഇത്തരം കേസുകൾ അവിടെ കിടപ്പുണ്ട്. ഈ ഇത്തരത്തിൽ 67 കേസുകളാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ
ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ അകത്ത് കാണുന്ന ഏറ്റവും വലിയ ഈ ഭഗവാനെ പാളി എന്ന് പറയാനുള്ള കാരണം, ഈ മാർച്ച് 14 മുമ്പാണ് സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ഇവർ വളരെ കൃത്യം ഒരിക്കലും ഒരു കേസ് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 മാസം, അത് മാർച്ച് ഏപ്രിൽ ഈ 2 മാസം കൊണ്ട് തീരണം. ഏപ്രിൽ 22 മുമ്പ് എല്ലാ വാദങ്ങളും പൂർത്തിയാവണം. ഏപ്രിൽ അവസാനം വിധി വരും. അപ്പം ഏപ്രിൽ 21 അമിക്കസ് ക്യൂറിക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും 2 ദിവസം കൊടുക്കൂ, ഒരു കക്ഷിക്ക് വാദിക്കാൻ 2 ദിവസം കൊടുക്കൂ. അപ്പോൾ ഏപ്രിൽ 14 മുമ്പ് ഇവരെല്ലാം സത്യവാങ്മൂലം കൊടുക്കണം. അപ്പോൾ ഇത് 2 മാസം കൊണ്ട് ഈ സംഭവം തീർക്കും. ഇവിടെ വെട്ടിലായിരിക്കുന്ന പിണറായിയും ശരിക്കും. കാരണം അസംബ്ലി ഇലക്ഷന്റെ സമയത്താണ്, കറക്റ്റ് അസംബ്ലി ഇലക്ഷന്റെ മുമ്പാണ്. ഇവരെന്ത് ചെയ്യും? ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രഖ്യാപിത നിലപാട് എന്താണ്? ശബരിമലയിൽ യുവതികൾ കയറണം, ഞങ്ങൾ വളരെ പുരോഗമനക്കാരാണെന്നുള്ള നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ ചോദിച്ചു വാങ്ങിയ വിധിയാണിത്. നമ്മൾ എപ്പോഴും സർക്കാർ സർക്കാരിന് കൊടുത്ത സത്യവാങ്മൂലത്തിനും എതിർ സത്യവാങ്മൂലം കൊടുത്ത് മാറ്റിയതാണത് രാജ്ഭവൻ. അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ നിയമപരമായി ബാധ്യസ്ഥതപ്പെട്ടവരാരാണ്? ദേവസ്വം ബോർഡ്. അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യപ്പന്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിന് CPM-ന് നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡും CPM എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ, കാരണം ദേവസ്വം മന്ത്രി. ഇവർക്ക് 2 പേർക്കും സേ ഉണ്ട്. സർക്കാരിനും സേ ഉണ്ട്, ദേവസ്വം ബോർഡിനും സേ ഉണ്ട്. ഈ 2 പേരും കോടതിയോട് പറയുകയാണ് ശബരിമല യുവതികൾക്ക് കയറാമെന്ന്. കോടതിക്ക് എങ്ങനെ തിരിച്ചൊരു വിധി തരാൻ പറ്റും? അതാണ് സ്വാഭാവികം അവിടെ ഇറന്നൊരു ചോദ്യം. അപ്പൊ തിരിച്ചു ചോദിക്കാനുണ്ടായിരുന്നത് നമ്മുടെ സുകുമാരൻ നായരുടെ വക്കീലും പന്തളം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ, ബാക്കിയൊക്കെ പലരും അഭ്യാസമായിരുന്നു. ഈവൻ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു. ഈ 2 സ്ഥാപനങ്ങളുമാണ്, അതായത് NSS-ഉം പന്തളം കൊട്ടാരവുമാണ് ഏറ്റവും ശക്തമായി ഇതിനു വേണ്ടി. പിന്നെ അയ്യപ്പ സേവാ സമിതിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഈ വാദങ്ങൾ അവിടെയാണ് നമ്മൾ അവിടെ പൊളിഞ്ഞു പോകുന്നതും. സർക്കാരിനും ദേവസ്വം ബോർഡിനും യുവതികൾ കയറുന്നതിൽ പ്രയാസമില്ല, പിന്നെ ആർക്കാണ് പ്രയാസം എന്ന് ചോദിച്ച് കേസ് തള്ളുന്നു. അങ്ങനെ തള്ളപ്പെട്ട ഈ കേസ് പെട്ടെന്ന് ബഹളമായി, ഭക്തജനങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറായി. ഈ സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്കും അവർ പുനഃപരിശോധിക്കാൻ നടത്തി. അന്ന് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുന്നത് സുപ്രീം കോടതി നടപ്പിലാക്കാൻ ഇവർ കാട്ടിയ വെപ്രാളങ്ങളും ആളെ കൊണ്ടുവന്നു. ഓർക്കണം, വിശ്വാസികളെ കിട്ടുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയത്. 2 വിശ്വാസ സ്ത്രീകൾ പറയാണ് ഞങ്ങൾക്ക് അവിടെ പോയേ പറ്റും, ഒരു വിശ്വാസം കിട്ടുന്നില്ല. എന്നിട്ട് റഹ്ന ഫാത്തിമയും കനകദുർഗയും ബിന്ദു അമ്മയുമാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ മനിതർ സംഘം നമ്മൾ കേട്ടില്ലാത്ത അതൊരു സംഘം തമിഴ്നാട്ടിലെ ഒരു പുരോഗമന സംഘമാണ്. അവരെയൊക്കെ കൂട്ടി അവിടെ കയറ്റാൻ കയറി. അവരതിൻ്റെ ഇടയിൽ ആംബുലൻസ് കറുത്ത തുണിക്കകത്ത് പൊതിഞ്ഞ് ആംബുലൻസിൽ കൂടെ കള്ളത്തരത്തിലൂടെ കയറ്റി ഈ അവിടെ കൊണ്ട് കയറ്റി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ കാണിച്ച വൃത്തികേടുണ്ടല്ലോ. ആ വൃത്തികേടെന്ന് പറഞ്ഞാൽ അവരെ അത്ര ഭീകരമായി കാണിച്ചു. എന്നിട്ട് അവർ മതിൽ കെട്ടി, വനിതാ മതിലുണ്ടാക്കി. എത്ര കോടി മുടക്കി വനിതാ മതിൽ? കണക്കില്ല ഇപ്പോഴും. വനിതാ മതിൽ കിട്ടി. പിന്നെ ഇത് വേറെ സമിതി, നവോത്ഥാന സമിതി ഉണ്ടാക്കിയില്ലേ? നവോത്ഥാന സമിതി ഉണ്ടാക്കി, വെള്ളാപ്പള്ളി നടേശനൊക്കെ മുമ്പിൽ നിർത്തി. എന്നിട്ട് അങ്ങനെ പ്രചരണം നടത്തിയ അവർക്ക് ഈ 14 പോയി എന്തെഴുതി കൊടുക്കുന്നു? അവർ ഡെഫിനറ്റ്ലി അവർ പറയും കേറ്റരുതേ, ഭഗവാനാണേ. കാരണം ഇപ്പം അവർക്ക് പണി കിട്ടി, ഓടിച്ചിട്ട് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭഗവാനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ട് ഒരിക്കലും കയറ്റരുതേ. അവർ വേണമെങ്കിൽ പറയും യുവതികളെന്നല്ല സ്ത്രീകളെ കയറ്റരുത്. കാരണം അത്രയ്ക്കും CPM അധപ്പതിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായ ഭഗവാന്റെ ഒരു പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരെ കൊണ്ട് തന്നെ പറയും കടിച്ച പാമ്പനെ കൊണ്ട് വിഷം ഇറക്കുക എന്നുള്ള പരിപാടിയായി. ഒരു പക്ഷേ 2ാം ഭരണം പോലും ഈ ഭഗവാന്റെ ഒരു പദ്ധതി ആയിരിക്കും. ഇവന്മാരെ കൊണ്ട് ഇത് പറയിപ്പിച്ചു നാണം കെടുത്തി നീയൊക്കെ കാണിച്ചതിനെ അനുഭവിച്ച്. പിണറായി വിജയന്റെ രോഗാവസ്ഥ വളരെ കഷ്ടമാണ്. മക്കൾ എല്ലാം വിവാദത്തിലായി. ഈ ഒരു ദുരവസ്ഥയിലേക്ക് പിണറായി തള്ളിവിട്ട് അതെല്ലാം അനുഭവിച്ച് ഇപ്പോൾ ഇത് തിരുത്തി മാപ്പ് പറഞ്ഞ് ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അയ്യപ്പ കോപത്തെക്കുറിച്ച്, അയ്യപ്പ ശക്തിയെക്കുറിച്ച്, അത് ശരിക്കും സുപ്രീം കോടതി ഇപ്പം തന്നെ കേസെടുക്കുന്ന നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കും. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പം അയാൾ പറഞ്ഞ് നല്ല പ്രായം, അപ്പം നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, നല്ല പ്രായത്തിൽ ഇഷ്ടംപോലെ സ്ത്രീകളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു സമയം. എന്തായാലും മരിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ മരിക്കുവാൻ തീരുമാനിച്ചപ്പം ഇയാളുടെ കൂടെയാണ് 5-8 പേര് വരുന്നത്. ആൾ നല്ല വ്രതമൊക്കെ എടുത്തു, നന്നായി കുഴപ്പമില്ലാതെ പോയത്. പക്ഷെ തലേ ദിവസം രാത്രിയിൽ ഒരബദ്ധം പറ്റി. ആ ആവേശത്തിന് ഒരു സ്ത്രീയെ അയക്ക് കിട്ടി, ഉപയോഗം കഴിഞ്ഞു, തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഇയാൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഉള്ള ഇയാൾ പോകാൻ തുടങ്ങിയ ഒരു ഭാരമാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു മാനസികം. മല അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തോ ഒരു ദുരന്തം സംഭവിക്കുന്ന ഫീലാണ്. അങ്ങ് കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. കരഞ്ഞ് മാപ്പ് പറഞ്ഞ് നീലിമലയൊക്കെ ആയപ്പോഴത്തേക്കും ഭഗവാൻ അങ്ങ് ക്ഷമിച്ചു. പുള്ളി പറഞ്ഞത് ഭഗവാൻ ക്ഷമിക്കും,
ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവരോട് ഭഗവാൻ ക്ഷമിക്കും, കള്ളത്തരം കാണിക്കുന്നവരോട് ക്ഷമിക്കത്തില്ല. ഇവരുടെ കള്ളത്തരമായിരുന്നു. ഈ അയ്യപ്പ ആഗോള സംഘം അടക്കമുള്ള എല്ലാം കള്ളത്തരമായിരുന്നു. മാത്രമല്ല ഇന്ന് സുപ്രീം കോടതിയിലെ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പരാമർശിക്കാമല്ലോ. ഈ ശബരിമല സ്വർണ്ണ കൊള്ള, ഈ ആഗോള സംഘം, ഇതൊക്കെ എന്തുമാത്രം അയ്യപ്പന്റെ എനിക്ക് തോന്നുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശബരിമല തന്നെ ആയിരിക്കും. അത് എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഇത് അയ്യപ്പൻ ഒന്നാം തരമായിട്ട് നേരത്തെ പണിയാൻ കൊടുത്ത് കയ്യിലോട്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് വരും. എനിവേ നമുക്ക് സമയം പോകും, നമുക്ക് ഒരു വിഷയം കൂടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വിഷയം പോലീസുകാരും വിദ്യാർത്ഥി SFIക്കാരും തമ്മിലുള്ള അതൊന്ന് പറഞ്ഞു. ഏതായാലും ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ ഒരു സംഭവത്തിലും SFIക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള മലബാർ കഴിഞ്ഞ ദിവസം വന്ന ട്രാവൻകൂർ മാളിലും കണ്ട് ഇയാൾ ചെല്ലുമ്പോൾ ഇയാളെ ചേസ് ചെയ്ത് വരെയാണ് ഇയാളെ കൈയേറ്റം ചെയ്യുന്നത്. അയാൾ തിരിച്ച് പ്രതിരോധിക്കുന്നു, തിരിച്ച് അടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ SFIക്കാർ ഇത്രയും ദിവസം ഇയാളെ പുറകെ അടക്കായിരുന്നു എന്നാണ് നമ്മൾ സ്വാഭാവിക സംശയിക്കുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ല, ഇവർക്ക് എന്നാ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇയാൾ ഈ SFI DYFI എല്ലാം കൂടെ ഇവരുടെ ഒരു നേതാവിനെ പെറ്റിയിട്ടു, മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനെ വഞ്ചൂർ പോലീസ് പിടിച്ചിരുന്നു. അപ്പോൾ വഞ്ചൂർ പോലീസ് പിടിച്ചപ്പം അന്ന് ഇവിടെ ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എയർ ക്യാമ്പിൽ നിന്ന് പോലീസ് അന്നും ഈ പയ്യനുണ്ടായി, ഈ മറ്റേ മിഥുൻ റോയ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇവർ നോക്കി വെച്ചു. അത് കഴിഞ്ഞ് കോവളത്ത് ചെന്നപ്പോൾ അവിടെ നോക്കി വെച്ചു. എന്നിട്ട് ഇവനെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് ഇവനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്ത്. എന്നിട്ട് ഇവൻ എത്രയോ ഒഴിഞ്ഞു മാറി ആ വീഡിയോ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അവൻ ഒഴിഞ്ഞു അവിടെ പറഞ്ഞു നീ പേടിച്ച് പോവാണ്, അവിടെ നില്ലെന്ന് പറഞ്ഞ് കൂടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യണ്ടേ? അത് ലോകത്തിന്റെ നിയമമാണ്. നമുക്കൊരാളെ കൊല്ലാൻ പോലും ഡിഫൻസ്, മർഡർ കേസിനെ കുറിച്ച് ഞാൻ ലോ പഠിച്ച ആളാണ്. അതെ, മർഡർ കേസിനകത്ത് ഡിഫൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരാളെ കൊല്ലാൻ പോലും നിയമം അനുശാസിക്കുന്നുണ്ട്. ഇപ്പൊ ഇവന്റെ കയ്യെ കടന്നിരുന്ന വള കൊണ്ട് അവർ ഇടിച്ചു എന്നുള്ളതാണ്. അവർ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചടിക്കാനുള്ള അത് ഒരു പയ്യൻ കയറി ഇടിക്കുന്ന അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടി ചെയ്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. അതും ഈ SFI ഗുണ്ടകളിൽ ആക്രമിക്കപ്പെടുകയും അങ്ങനെ ആക്രമിക്കപ്പെട്ട പോലീസുകാരനെതിരെ ജാമ്യത വകുപ്പെടുകയും ആക്രമിച്ചവരെ ജാമ്യയുടെ വകുപ്പെടുകയും ചെയ്യുന്ന ഒരു അധപ്പതനമാണ്. അധപ്പതനം തന്നെയാണ്. കാരണം ഈ ആക്രമിച്ച യുവമാരൊക്കെ പേരിൽ നിസാര വകുപ്പും അടി കൊണ്ടവന്റെ പേരിലും ജാമ്യമില്ല വകുപ്പും. ഈ കേരള പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ദയനീയമാണ്. എനിക്കെതിരെ കള്ളക്കേസ് എടുക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറ്. പക്ഷേ ഇതിനൊന്നും ഇവർ ഈ ഒരു പോലീസുകാരനെതിരെ കള്ളക്കേസ് എടുക്കുമ്പോൾ ബഹളം വെച്ചതുകൊണ്ട് അത് ഒഴിവാക്കി. എങ്കിൽ പോലും അവന്മാർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് കേസെടുത്ത് വധശ്രമത്തിന് കേസെടുക്കണ്ടേ? പിന്നെ തീർച്ചയായും ഒരു മനുഷ്യനെ ഒറ്റക്കിട്ട് എല്ലാവരും ആക്രമിക്കാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വിമാനത്തിൽ കയറിയപ്പോൾ വധശ്രമം നടത്തി കേസെടുത്തു. ഓർത്തെ, വിമാനത്തിൽ നമ്മുടെ കയ്യില് 100 മില്ലിഗ്രാമിൽ കൂടുതൽ ജെല്ലുണ്ടെങ്കിൽ, ലിക്വിഡ് ഉണ്ടെങ്കിൽ മാറ്റിക്കളയും. 100 മില്ലിഗ്രാമിൽ കൂടുതൽ ലിക്വിഡ് പറ്റില്ല. നമുക്ക് കുടിക്കാൻ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് സമ്മതിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഷാർപ്പായിട്ടുള്ള മുട്ടുസൂചി പോലും വിമാനത്തിൽ കൊണ്ടുവന്ന് സമ്മതിക്കത്തില്ല. മുഴുവൻ പരിശോധിച്ചിട്ടാണ് വിമാനത്തെ കയറ്റുന്നത്. ആ വിമാനത്തെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു പറഞ്ഞ് കേസെടുക്കാന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ അവസ്ഥ എന്താണ്? അല്ല, നമ്മുടെ പോലീസുകാർക്ക് എന്ത് ചെയ്യുന്ന അവർക്ക് ആരെയും നടപടിയെടുക്കാൻ പറ്റും. ഇതെല്ലാം പറഞ്ഞാൽ അനുഭവിക്കുന്നത്. ഞാനിതിനകത്ത് പറയുന്നത്, ഈ പറയുന്ന പോലീസ് ഈ നിരപരാധികൾക്കെതിരെ കള്ളക്കേസെടുക്കാനായിട്ട് കൂട്ടുനിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസിന് നിയമപരമായ സംരക്ഷണമുണ്ട്. ഇവരെ നിശ്ചിത കാലയളവിൽ ഒരിടത്ത് ജോലിക്ക് വെക്കണമെന്നും അനാവശ്യമായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. സ്ഥലം മാറ്റത്തിന് പോലും മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് അസോസിയേഷനൊക്കെ ഉണ്ട്. ഈ അസോസിയേഷനെ ചെയ്യുന്നത് പാർട്ടി അടിമകൾ നേതാക്കളാവുന്നു, എന്നിട്ട് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നു. പകരം അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിൽ പോലും പല കേസുകളിൽ ഇവരെന്നെ അപ്പോൾ ഇവരെന്നെ ചെയ്യേണ്ടത്, ഇവർ ഒരുമിച്ച് അവനവൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇടപെട്ടത് ഒരാളുടെയും മേൽ കള്ളക്കേസെടുക്കേണ്ടി വരത്തില്ല. പക്ഷെ ഇവർക്ക് ഇത് ശരിയാവാനുള്ള ഇനി ഏക വഴിയെന്ന് പറഞ്ഞാൽ കള്ളക്കേസെടുക്കുന്ന പോലീസുകാർക്കെതിരെ നിയമ നടപടി ആരംഭിക്കുകയും ആ നടപടിക്ക് ഫലപ്രദമാവുകയും ചെയ്താൽ ഇവർ പേടിച്ചിട്ട് പിന്മാറും. സെൻകുമാറിനെ പോലെ നാട്ടിലുള്ള ഒരു തലപ്പത്ത് വരെ വേണം. ഞാൻ പറഞ്ഞത്, ഈ പോലീസുകാരനെ ശമ്പളം മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ നേതാക്കന്മാർ പറഞ്ഞ എല്ലാം അതേപടി അനുസരിച്ച് കാര്യമില്ലല്ലോ. നിയമത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ അമേരിക്കയിൽ ബ്രിട്ടനിൽ നമ്മുടെ ഒരു പ്രീത് പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ വംശജ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഹോം സെക്രട്ടറി. അപ്പോൾ ഇവർ പോലീസിനോട് എന്തോ ഉത്തരവിട്ടു, അത് ഇവർക്ക് പിടിച്ചില്ല. ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ചീഫ് കോൺസ്റ്റബിൾ എന്നാണ് അവർ പറയുന്നത്, അവരുടെ DGP മേധാവി. അയാൾ പറഞ്ഞു, പോലീസിന് പണി ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ ചെയ്യിപ്പിച്ചോളാം, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പറഞ്ഞു. ഓർക്കണം, ഇതാണ് അങ്ങനെ വേണം പോലീസ്. എങ്കിൽ മാത്രമേ പോലീസിന് ഫലപ്രദമായിട്ട് തലപ്പത്തിൽ ജനാധിപത്യത്തിൽ വരുന്നവരുടെ അടുത്ത് പറയണം ഈ ഉദ്യോഗസ്ഥന്മാർ മേധാവികളെ ഇതാണ് നിയമം എന്നുള്ളത്. അത് പറയില്ല. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരെ റൂൾ ചെയ്യുന്നത് ചട്ടങ്ങളാണ്.
ആ ചട്ടങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിച്ചാൽ മതി. ഈ ചട്ടങ്ങൾക്കും ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരവിട്ടു. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഇവനെതിരെ കേസെടുക്കാൻ പറയുന്നു, ആർക്കെതിരെ? ഈ പോലീസുകാരനെതിരെ. അപ്പം മേലുദ്യോഗസ്ഥന് ഉത്തരവിടട്ടെ, ഉത്തരവ് നിങ്ങൾ ഇന്ന ആൾക്കെതിരെ ഇന്ന കേസെടുക്കും ഉത്തരവിടട്ടെ. അപ്പം ഇത് ചെയ്യത്തില്ല, അവരെല്ലാം കൈയൊഴിയും. അവസാനം വരുന്ന ഈ താഴെക്കെട്ടിൽ SHOമാരോ ഈ അവൻ്റെ തലയ്ക്ക് വയ്ക്കുക. ഇനി ഏറ്റവും രസമല്ല, ഈ SHOമാർ ബുദ്ധിമാന്മാരാണ്. അവരെൻ്റെ താഴെ ഒരു പ്രിൻസിപ്പൽ SI കാണും, തല വയ്ക്കും. അയാൾക്ക് ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം, അതായത് നമ്മളീ പറഞ്ഞിരിക്കുന്ന ഈ ട്രാവൻകൂർ മാളിലിട്ടുകൊണ്ട് മിഥുൻ എന്ന് പറയുന്ന മിഥുൻ എന്ന പോലീസുകാരനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആ വിഷയം മാത്രം മതി ഈ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നിട്ട് ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നത് തെളിവായി. ഈ ഒരിക്കലും ഇവരെ അധികാരത്തിൽ വരാതിരിക്കാൻ പശ്ചിമ ബംഗാളിൽ ഇവർ ചെയ്തതിൻ്റെ അതേ പതിപ്പ് തന്നെ ഇവിടെ ചെയ്തോണ്ട്. ഞാൻ ഇതേക്കുറിച്ച് ഇന്നലെ വളരെ വികാരപരമായിട്ട് വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ കപ്പവാട്ടിൻ്റെ ഇടയിൽ വന്ന് ചെയ്ത് പോയത്. ആ വീഡിയോ ചെയ്തതിൻ്റെ കരിപ്പാണ് ഇന്നലെ ഇവന്മാർ എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്. ഭാര്യമാരെ പങ്കുവയ്ക്കുന്ന മാഫിയ സംഘത്തിൽ മറുനാടൻ ഷാജാസ് കറിയൻ. എന്നിട്ട് എൻ്റെ പടമൊക്കെ വെച്ചിട്ട് എന്നാലോചിച്ചു ഇവന്മാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. എന്തായാലും ഇതിനൊക്കെ അറുതി വരാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ജനം അത്രമാത്രം വെറുത്തിരിക്കുന്നു ഈ സർക്കാരിനെ. ഈ ജനവിരുദ്ധമായ പ്രവർത്തികൾ മാത്രം ചെയ്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എത്ര കാലം കൂടി ഇങ്ങനെ സഹിക്കേണ്ടി വരും? സർക്കാർ നിലവിൽ ആളിനെ വെച്ചിട്ട് PR കൂടെ നടത്താൻ പോകുന്നുണ്ടോ? പത്രങ്ങളിലും TV-യിലും വഴിയിലെല്ലാം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെല്ലാം മറുപടി പറയാൻ ഇനി അധിക കാലം ബാക്കിയില്ല. ഏതാനും ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ ഈ വൃത്തികേടിനെതിരെ, ഈ ജനവിരുദ്ധ നിലപാടിനെതിരെ, ജനങ്ങളോട് കാട്ടുന്ന, അയ്യപ്പനോട് പോലും കാട്ടുന്ന, ദൈവങ്ങളോട് പോലും കാട്ടുന്ന ദ്രോഹത്തിനെതിരെ പ്രതികരിച്ചിട്ട് വേണം നമുക്ക് മറുപടി കൊടുക്കാൻ. നന്ദി, നമസ്കാരം.